ഹേ ഓൾ, ഇറ്റ്സ് മീ യുവർ ബിഗ് ബ്രോ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡോസേജ് ഫോം ആണ് കേട്ടോ. ഫാർമസ്യൂട്ടിക്സിലെ ഒരുപാട് ആൾക്കാർ നമുക്ക് കമന്റ് ചോദിക്കുന്നുണ്ട്, അനാലിസിന്റെ വീഡിയോ ഇടാവോ അല്ലെങ്കിൽ വേറൊരു ചാപ്റ്ററിന്റെ വീഡിയോ ഇടാവോ. ആക്ച്വലി എന്താ പറയാ, നമുക്ക് അതിനത്രയും അങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം തിരക്കായി പോയി. കാര്യം നമ്മുടെ ഓർഗനൈസേഷൻ രജിസ്ട്രേഷനും അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളും ആയതുകൊണ്ടാണ് ഈ ക്ലാസ് ഇടാൻ പറ്റാഞ്ഞില്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഫസ്റ്റ് സെമ്മിന് ഈ മന്ത് കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. റിയലി സോറി. ഐ ഹോപ്പ് നമ്മുടെ ക്ലാസ് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ഐ നീഡ് യുവർ കമന്റ്സ്, ലൈക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറ്റം വരുത്തുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ മതിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ യു ഷുഡ് ലെറ്റ് മീ നോ. എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ വെദർ ഐ നീഡ് ടു ഗോ ഫോർ എ ചേഞ്ച് ഓർ നോട്ട് എന്നുള്ളത് കേട്ടോ. സോ നമ്മൾ നോക്കാവുന്ന ഡോസേജ് ഫോം ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, ഒന്നുമില്ല പഠിക്കാൻ, വളരെ സിമ്പിൾ കാര്യമാണ്. ഇൻട്രൊഡക്ഷൻ ടു ഡോസേജ് ഫോം, ക്ലാസിഫിക്കേഷൻ, ഡെഫിനേഷൻ, ഇത്രയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അല്ലാതെ വേറൊന്നും നമുക്ക് പഠിക്കാനായിട്ട് ഇല്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെള്ള ഇങ്ക് എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, സോ വി ഡു ഓഫർ പെയ്ഡ് ക്ലാസ്സസ് കേട്ടോ. നമ്മൾ പെയ്ഡ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി പെയ്ഡ് ക്ലാസ് അല്ല, ആക്ച്വലി നമ്മൾ ഗൈഡാണ് കൊടുക്കുന്നത്. ഈ ഗൈഡിന് എന്ത് വരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കുറച്ചുള്ള നോട്ട്സ് നമ്മളിപ്പോൾ നല്ല ഫസ്റ്റ് സെമ്മിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ യു വിൽ ബി ഗെറ്റിംഗ് സം ഫ്രീ നോട്ട്സ്. ഫ്രീ നോട്ട്സ് വെച്ചാൽ പെയ്ഡ് ആണ്. നമുക്കൊരു 99 റുപ്പീസിന്റെ ഒരു പാക്കേജിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾ അതിനകത്ത് ചെറിയ ഗൈഡ്, ചെറിയ നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത് ഇറ്റ് വിൽ ബി സോ ഈസി ഫോർ യു കേട്ടോ. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. നമ്മൾ അതിന് ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഓക്കെ, സോ നമുക്ക് അറിയേണ്ടത് എന്താണ് ഡ്രഗ് എന്ന് പറയണം കേട്ടോ. എല്ലാവരും ഡ്രഗ് എന്താണ് അല്ലെങ്കിൽ മരുന്ന് എന്താണെന്ന് പറയണം, അല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ. സോ ഡ്രഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട്, ആക്ച്വൽ കോമ്പൗണ്ട്. ഇപ്പം എക്സാമ്പിൾ പാരാസെറ്റമോൾ. ഓക്കെ, പാരാസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും അല്ലെങ്കിൽ ഇപ്പോൾ അമോക്സിസിലിൻ എന്ന് പറയുന്ന ഒരു ഗുളികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒന്ന് പനിക്കുള്ളതാണ്, ഒന്ന് എന്താണ് ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ഈ രണ്ടിന്റെ ആക്ഷൻ കിട്ടണം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ കിട്ടണം. ആക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി വോണ്ട് സേ ദാറ്റ് ഇറ്റ്സ് എ ഡ്രഗ് എന്നുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഡ്രഗിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. സോ ബേസിക്കലി ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടായിരിക്കണം. എന്താണ് ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്കുള്ളൂ മരുന്നാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി ഒരു മരുന്നെന്ന് പറയുന്നത് ഡിസീസിനായിരിക്കാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനായിരിക്കാം, അല്ലെങ്കിൽ ഡയഗ്നോസിസിനായിരിക്കാം. നമുക്ക് എങ്ങനെ ഇതിൽ ഇപ്പൊ എല്ലാ കാറ്റഗറിയും ആകാം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ട്രീറ്റ്മെന്റ് കൊടുക്കുവാണ്, പാരസെറ്റമോൾ ഒബ്വിയസ്ലി നമ്മൾ ട്രീറ്റ്മെന്റിന് കൊടുക്കും അല്ലെ. ഇനി നമ്മൾ ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സംഭവം, നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡയഗ്നോസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ഒക്കെ നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല പ്രിവെൻഷന് വേണ്ടിയിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയാം, മന്ത് വരാതിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ. അപ്പൊ ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഇത് കുറേ നേരമായിട്ട് കളിക്കുവാണ്, മൈക്ക് കണക്ട് ആവുന്നില്ല, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ജനറിക് ഔഷധി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പല കോമ്പൗണ്ട് കെമിക്കൽ കോമ്പൗണ്ട്സ് പറയുമ്പോൾ നമ്മൾ ജനറിക് IUPAC നെയിമിലൊക്കെ നമ്മൾ പറയാറില്ല. അതേപോലെ തന്നെ മരുന്നുകൾക്കൊക്കെ ജനറിക് നെയിം ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഡ്രഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബേസിക് മനസ്സിലായില്ല. അപ്പൊ ഡ്രഗ് എന്ന് വെച്ചൊരു സബ്സ്റ്റൻസ് ആണ്, അതിന് ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉണ്ടായിരിക്കും. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ ഒക്കെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ആക്ച്വലി നമുക്ക് ജനറിക് നെയിമിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ബേസിക് ആയ കാര്യമാണ്. ഇതൊന്നും അധികം ഞാൻ ആരും പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ വന്ന വാട്ട് ഈസ് ഡോസേജ് ഫോം. എന്താ ഡോസേജ് ഫോം? സോ ഡോസേജ് ഫോം എന്ന് വെച്ചാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനെയാണ് നമ്മൾ എന്താ പറയുക ഡോസേജ് ഫോം എന്ന് പറയാം. ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ കൊണ്ട് ഉദ്ദേശം എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആക്ച്വലി നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ പുട്ട് എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ആണ്, പായസം എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ രണ്ട് സാധനങ്ങൾ ചേർത്ത് നമ്മളൊരു ഫോർമുല ഇട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, API, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് മാത്രമല്ല അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ സാധനങ്ങളും കൂടെ ആഡ് ചെയ്യും, എക്സിപ്പിയൻസ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ
പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ മൈദ മാവോ അല്ലെങ്കിൽ അരിപ്പൊടി മാത്രമാണോ യൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ അതിൻ്റെ കൂടെ വേറെയും കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. എന്തൊക്കെ ആഡ് ചെയ്യും? നമ്മൾ ചിലപ്പോൾ തേങ്ങ വെള്ളം ചേർക്കും, തേങ്ങ നമ്മൾ ചേർക്കും, പിന്നെ പല ആവശ്യത്തിനുള്ള എന്തൊക്കെ ഉപ്പൊക്കെ നമ്മൾ ചേർക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ എക്സിപ്പിയൻസ്. സോ ഇതിലുള്ള ഈ മൈദ മാവില്ലേ, മൈദ അല്ലെങ്കിൽ വാട്ടെവർ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി, അതാണ് നമ്മൾ പറയുക ഇതിൻ്റെ API അല്ലെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ആക്ച്വലി അത് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് തെറാപ്യൂട്ടിക് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഡ്രഗ്സ് റെയർലി ആണ് നമ്മൾ എപ്പോഴും പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. എപ്പോഴും ഡ്രഗ്സ് എപ്പോഴും നമ്മൾ റെയർലി ആണ് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് എപ്പോഴും കൊടുക്കാറുള്ളത്. സോ ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ നോട്ടിലേക്ക് ഒന്ന് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡ്രഗ്? ഡ്രഗ് എന്ന് വെച്ചാൽ എന്താണ്? ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്, API അല്ലെ, കെമിക്കൽ കോമ്പൗണ്ട് ഹാവിങ് ഫാർമക്കോളജിക്കൽ തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ് ആണ്. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. സോ ഡോസേജ് ഫോം എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ മെന്റ് ബൈ വിച്ച് ഡ്രഗ് മോളിക്യൂൾ ഡെലിവർ ഇൻ ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ഒപ്റ്റിമം തെറാപ്യൂട്ടിക് എഫക്ട് വിത്ത് മിനിമം അഡ്വേഴ്സ് എഫക്ട്. ഇനി ഫസ്റ്റ് സെമ്മുകാർക്ക് എല്ലാ പേരും പറഞ്ഞു തരാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളത് അറിഞ്ഞിരിക്കണം. എന്താണ് മരുന്നെന്ന് പഠിച്ചാൽ മാത്രം പോരാ, അതെന്താണ് സാധനം, അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. സോ എനിക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവാറുണ്ട്, എങ്ങനെയാണ് ഈ മരുന്ന് നമ്മളെ ബോഡിയിൽ ഇത്രയും ആക്ട് ചെയ്യുന്നത്, ഏത് രീതിയിൽ ആക്ട് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് അറിയാത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ആരും പറഞ്ഞു തന്നിട്ടില്ല. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു ടീച്ചറിനോട് ചോദിക്കുവാണ്, അല്ലെങ്കിൽ ചെന്ന് 2 ദിവസം ഞാൻ ചോദിക്കണം, ഈ മരുന്ന് എന്താണ് ടാബ്ലറ്റ്, എന്താണ് ക്യാപ്സ്യൂള്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഓരോ മരുന്ന് ഓരോ രീതി കൊടുക്കുന്നത്, അങ്ങനെ സംശയം ചുമ്മാ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരോട് പറഞ്ഞു, അത് നിങ്ങൾ പഠിക്കാറായിട്ടില്ല, പിന്നെ ഇവിടെ വെച്ചല്ല ചോദിക്കേണ്ടത്, അത് ക്ലാസ്സിൽ വെച്ച് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഒരു ടീച്ചറും മാഡം ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ ചോദിക്കും, പറഞ്ഞൊക്കെ തരും, അല്ലെങ്കിൽ നീ വാ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയും അല്ലേ. അത് വിട്ടേക്കൂ. അപ്പം ആക്ച്വലി ഒരു മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുവാണ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മരുന്ന് ദേഹത്തേക്ക് പുരട്ടാം അല്ല. അപ്പോൾ ഈ മരുന്ന് ചെന്ന് നമ്മുടെ നേരെ വയറ്റിലേക്കാണ് എത്തുക അല്ലേ. ഇത് വയറാന്ന് വിചാരിച്ചോട്ടെ, വയറ്റിലേക്ക് എത്തുന്നു. വയറ് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. ഒരു കാര്യം ആലോചിക്കണം, വയറ്റിലായിക്കോട്ടെ ഇൻറ്റസ്റ്റൈനിലായിക്കോട്ടെ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. എന്തുണ്ട്? ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. അത് മാത്രമല്ല ഡ്രഗ് ഇവിടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അബ്സോർപ്ഷൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പം മരുന്ന് നമ്മൾ കൊടുക്കുന്നു, അത് അബ്സോർബ് ചെയ്യുന്നു. ഇനി മരുന്നെന്ന് പറയുന്നത് ഓറലി മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് വെയിനി നമുക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മരുന്ന് തരാറുണ്ട്? ഒന്ന് മരുന്ന് ഓറലി തരാറുണ്ട് അല്ലേ, ഒന്നാമത്തത്. 2 ഇഞ്ചക്ഷൻസ് തരാറുണ്ട്. ഇഞ്ചക്ഷൻസ് തന്നെ നമ്മൾ ഇൻട്രാമസ്കുലാർ ഉണ്ട്, മസിൽസിൽ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്, ഇൻട്രാഡെർമൽ കൊടുക്കാറുണ്ട്, സബ്ക്യൂട്ടേനിയസ് നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന സബ്ക്യൂട്ടേനിയസ് ആണ്, പിന്നെ IV നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ വീണ്ടും ഉണ്ട് കേട്ടോ, അതിൽ തന്നെ തീക്കൽ, പിന്നെ പരറ്റോണിൽ, അങ്ങനെ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത്രയൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. സോ അത് അപ്പോൾ ഓറലായി ഇഞ്ചക്ഷനായി. പിന്നെ ഇൻഹലേഷൻ ഉണ്ട് അല്ലെ, മണപ്പിക്കാൻ മൂക്കിലൂടെ അല്ലെങ്കിൽ ലങ്സിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയാണ് എയറോസോൾസ് ഒക്കെ നമുക്ക് വരുന്നത്. എയറോസോൾസ് ഒക്കെ ഇതൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയ തിങ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ ബോഡിയിൽ നമ്മൾ ഈ മരുന്ന് എത്തിച്ചാലും ഇതെന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് കയറേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ് ഈ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പഠിക്കണം. ഇത് നമ്മുടെ മനുഷ്യ ശരീരമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കാലുണ്ട്, കണ്ണുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ വി ഡു ഹാവ് അല്ലേ, വി ആർ ഓൾ അനോട്ടമിക്കലി എല്ലാം സെയിം ആണ്. അപ്പൊ ദിസ് ഇസ് കോൾഡ് ദാമു. ഓക്കെ, ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ മസിൽ പിടിച്ചെന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇത് നമ്മുടെ ദാമു ആണ്. അപ്പൊ നമ്മളെ ബോഡി നോക്കുക, നമ്മളെ ബോഡിക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. സോ നമ്മളെ ഒരു സിസ്റ്റമിക് സർക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിവർ തുടങ്ങി പോർട്ടൽ വെയിൻ തുടങ്ങി നമ്മുടെ ഹാർട്ട് വന്ന് ബ്രെയിൻ വന്ന് നമ്മളെ ബോഡി സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിസ്റ്റമിക് സർക്കുലേഷൻ ആയി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹാർട്ട് ടു ലങ്സ്. നമ്മുടെ വാസ്കുലാരിറ്റി എങ്ങനെയാണ് വരിക? ഇവിടെ ഹാർട്ട് ഉണ്ട്, ഇവിടെ ലങ്സ് ഉണ്ട്, ഇവിടെ നമ്മുടെ ലീവർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഹെപ്പാറ്റിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു വാസ്കുലർ സർക്കുലേഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലൂടെ മരുന്ന് എപ്പോൾ കിടക്കുന്നു അപ്പം മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സിസ്റ്റമിക് സർക്കുലേഷനിൽ മരുന്ന് എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓറലി കൊടുക്കുകയാണ്. ഓറലി കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി വയറ്റിലെത്തുന്നു, വയറ്റിനോടെ കുറെ ബാരിയേഴ്സ് ഉണ്ട്, അവിടെ ലിവറിലേക്ക് എത്തുന്നു, പോർട്ടൽ വെയിൻ, ഹാർട്ട്.
ഓക്കെ, മരുന്നെത്തുന്നു. ഇനി മൂക്കിലേക്ക് ഇൻഹേൽ ചെയ്യുന്നു, ലങ്സിൽ വരുന്നു, ലങ്സിനകത്ത് ബ്ലഡ് വെസൽസ് ഉണ്ട്, അവിടെ കൂടെ അബ്സോർബ് ചെയ്യുന്നു, നേരെ ബ്ലഡിലേക്ക് എത്തുന്നു, അവിടെ എത്തി. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഇൻട്രാമസ്കുലർ കൊടുക്കുന്നു, അവിടെയും ബ്ലഡ് വെസൽസ് ഉണ്ട്. ID കൊടുക്കുന്നു, അവിടെയും ഉണ്ട്. സബ്ക്യൂട്ടനസ് IV എല്ലാം കൊടുക്കുന്നു, നമ്മുടെ എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഞാനൊരു ഗ്രാഫ് വരയ്ക്കുവാണ്. ഇതിനാണ് നമ്മൾ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ ആൾക്കാരും ഇനി ഭയങ്കര ഹയർ ക്ലാസ്സും പഠിക്കുന്നതാണ്, പക്ഷെ ഞാനിപ്പോൾ പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അത് കാര്യം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഒരു ഡ്രഗ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടോ ഇല്ലയോ എന്നതനുസരിച്ചിട്ടാണ് നമുക്ക് എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് നമ്മുടെ ബ്ലഡ് വെസല്, ഇതിനകത്ത് ബ്ലഡ് ഉണ്ടെന്ന് വെക്കാം. ഈ ബ്ലഡിലേക്ക് എന്ത് ചെന്ന് കിടക്കണം? നമ്മൾ കൊടുക്കുന്ന മരുന്ന് വരണം. ഓക്കെ, ബ്ലഡിൽ വരണം എന്ന് പറയുമ്പം ബ്ലഡിൽ എവിടെ വരണം? ബ്ലഡിൽ പ്ലാസ്മയിൽ വരണം. എവിടെ വരണം? പ്ലാസ്മയിൽ വരണം. അപ്പം പ്ലാസ്മയിൽ എത്രത്തോളം മരുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് പറയാൻ പറ്റും? മരുന്ന് നമ്മളെ ബോഡിയിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 ഗ്രാം മരുന്ന് കൊടുത്തു, അതിൽ 2 ഗ്രാം മാത്രമേ പ്ലാസ്മയിൽ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് 2 ഗ്രാമേ ഉള്ളൂ. അവിടെ തെറാപ്യൂട്ടിക് എഫിക്കസി ഇല്ല. ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് 20 ഗ്രാം വേണം. ഓക്കെ, അപ്പം ഇത് ഒരു ഗ്രാഫാണ്. ഇത് ടൈം ആണെന്ന് വെച്ചോ. ഇവിടെ നമുക്ക് ടൈം വരയ്ക്കാം, സമയം. ഇത് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഞാൻ ഓറലി ഒരു മരുന്ന് കൊടുത്തു. സോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. പയ്യെ 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 ഇങ്ങനെ കൂടിയിട്ട് അതിങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, ഈ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, നമ്മൾ ഓറലി ഒരു മരുന്ന് കൊടുത്തു, അല്ലെങ്കിൽ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ബോഡിയിൽ പയ്യെ വയറ്റിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത് കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇത് മിനിമം കോൺസെൻട്രേഷൻ നമുക്ക് പറയാം. മിനിമം കോൺസെൻട്രേഷൻ അത് കഴിഞ്ഞ് കൂടി ഒരു പോയിന്റ് എത്തുമ്പോൾ അത് മാക്സിമം കാണിക്കും. എന്ത് കാണിക്കും? മാക്സിമം കാണിക്കും. അതിനെയാണ് നമ്മൾ മാക്സിമം ഡ്രഗ് കോൺസെൻട്രേഷൻ. അത് കഴിയുമ്പോൾ ഡ്രഗ് ഇല്ല, എന്ത് ചെയ്യുന്നു? പിന്നെ അത് എക്സ്ക്രീഷനിലേക്ക് പോകും. നിങ്ങൾ +2 സലേവറി അമലൈസിന്റെ ഒരു pH ഒരു ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ ഒരു വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പൊ അവിടെ ഇതുപോലൊരു ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ ഓർത്തോളൂ. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഇത് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇതിങ്ങനെയാണ് ഡ്രഗ് ബേസിക്കലി നമ്മളെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് അറിയായില്ലല്ലോ. ഇനി എങ്ങനെയാ ഒരു മരുന്ന് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓർ നീഡ് ഓഫ് ഡോസേജ് ഫോമിന്റെ ആവശ്യം എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം, കുറച്ച് മാവ് കുറച്ച് വെള്ളം ഒക്കെ എടുത്ത് അതങ്ങ് കുടിച്ചാൽ മതി, അങ്ങ് അകത്ത് പോയി പുട്ടായിക്കോളും നമ്മൾ പറയുവാണ്. അങ്ങനെയല്ല, അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡ്രഗ് ഫോമുലേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഡ്രഗ് സേഫ്റ്റി ബെനിഫിറ്റ്സ് തന്നെയാണ്. അതായത് ലൈറ്റ്, മോയ്സ്ചർ, ഓക്സിജൻ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ അസിഡിക് എൻവയോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം. കാര്യം നമ്മൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ചില മരുന്നുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് പൊട്ടിയാൽ മതി. അപ്പം നമുക്കറിയാം ടാബ്ലറ്റ് ഉണ്ട്, ക്യാപ്സ്യൂൾസ് ഉണ്ട്. ടാബ്ലറ്റ് എന്താണ്? അത് എപ്പോഴും സ്റ്റൊമക്കിൽ പോയിട്ടാണ് പൊട്ടുക. സ്റ്റൊമക്കിൽ എന്താണ്? അസിഡിക് pH ആണ്, അല്ലേ? ഇനി ക്യാപ്സ്യൂൾ ആണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രീനിൽ പോയിട്ടാണ് ഇത് പൊട്ടുക. നമുക്ക് ക്യാപ്സ്യൂൾ തന്നെ സോഫ്റ്റ് ജെലാറ്റിനും ഉണ്ട്, ഹാർഡ് ജെലാറ്റിനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സോഫ്റ്റ് ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ഗുളികയില്ലേ, ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ടാവും. ഹാർഡ് ജെലാറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ക്യാപ്പായിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റും. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുണ്ട്. അപ്പൊ നമുക്ക് ചില സമയത്ത് നമുക്ക് സ്റ്റൊമക്കിൽ തുറക്കേണ്ട ആവശ്യമില്ല, നമുക്കത് വയറ്റിൽ ഇൻഡസ്റ്റൈനിൽ പോയി തുറന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ബെനിഫിറ്റ്സ്, പേഷ്യന്റിന് ആക്യുറേറ്റ് ഡോസിങ്. ഇപ്പൊ എക്സാമ്പിൾ വെറുതെ എന്തെങ്കിലും കലക്കി കൊടുക്കാതെ നമ്മൾ കറക്റ്റ് ഡോസിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ലോക്കൽ ഇറിറ്റേഷൻ, അൾസർ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മോഡിഫൈഡ് ഫാർമോകൈനറ്റിക്സ്, PKA, ഡ്രഗിന്റെ ഒപ്റ്റിമൽ ആക്ടിവിറ്റി. ഞാൻ പടം വരച്ച ഓർമ്മയുണ്ടോ? ഒപ്റ്റിമൽ ആക്ടിവിറ്റി. അപ്പൊ ഇപ്പൊ മനസ്സിലായി. ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാര്യം നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇതൊന്നും പഠിക്കുന്നുണ്ടാവില്ല. എല്ലാവരും പറയും ഓക്കെ, ചില ടീച്ചർമാർ സാറന്മാരും പറയും. ഇപ്പം എൻ്റെ കോളേജിൽ സാറന്മാരൊക്കെ ഉണ്ടെന്ന് അവർ പറയും നിങ്ങൾ നെക്സ്റ്റ് ഇയർ പഠിക്കൂ കേട്ടോ, ഫസ്റ്റ് ഇയർ പഠിക്കൂ കേട്ടോ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഇത് പറയണം. നമ്മളൊക്കെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കും. അവരെന്തെങ്കിലും കാട് കയറി മല കയറി എവിടെയെങ്കിലൊക്കെ പോയൊക്കെ ഇരിക്കും. നമ്മളിങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, എന്തോ വലിയ സംഭവമാണ്. അവിടെ എത്തുമ്പോൾ മനസ്സിലൊന്നുമല്ല. ഇത് അന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ചില മരുന്നുകൾക്ക് ഒരു വാടയും രുചിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഫോമുലേഷൻ ഉപയോഗിക്കാം. നമ്മൾ ഈ ക്യാപ്സൂൾ തുറന്നു നോക്കുക. നിങ്ങളെ വീട്ടിൽ ക്യാപ്സൂളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു നോക്കുക. അതിനകത്ത് ഇങ്ങനെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡോസേജ് ഫോം.
ഡോസേജ് ഫോംസ്. ഇതാണ് പറയാൻ പോകുന്നത് എത്ര ടൈപ്സുകളാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഡോസേജ് ഫോം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കാം. നമുക്കറിയാം ഗുളിക എന്ന് പറയുന്നത് പൊടിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുളിക കട്ടിയുള്ളതായിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം പോലെ സിറപ്പായിട്ടും ഉണ്ട് അല്ലേ, നിങ്ങൾക്കതറിയാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? സോളിഡ് ഡോസേജ് ഫോം, ദാറ്റ് ഈസ് എന്താണ്? ടാബ്ലറ്റ് അല്ലെ, ടാബ്ലറ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന സെമി സോൾഡ് ആണ്. സെമി സോൾഡ് നമ്മുടെ പൗഡേഴ്സ് ഒക്കെ ഇല്ലേ, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ പൗഡേഴ്സ് വെള്ളത്തിൽ കലക്കിയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടാവുക. ഓക്കെ, ആൻഡ് മൂന്നാമത്തത് ലിക്വിഡ് ഡോസേജ് ഫോം. ലിക്വിഡ് ഡോസേജ് ഫോം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, സിറപ്സ് അറിയാം, എലിക്സേഴ്സ് അറിയാം അല്ലെ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നമുക്ക് എളുപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡിയയിലൊക്കെ നമുക്ക് പറയാം. എമൽഷൻ, സസ്പെൻഷൻ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുണ്ട്, സെമി സോളിഡ്സിൽ ക്രീംസ് ഉണ്ട് കേട്ടോ. ക്രീംസ്, പേസ്റ്റ്, പിന്നെ ഓയിൻമെന്റ് ഒക്കെ ഇല്ല, അതൊക്കെയാണ് സെമി സോൾഡ്. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. സോ ഈ പൗഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എന്താണ്, നമ്മൾ സെമി സോൾഡ് പൗഡേഴ്സ് ആണ്. ഇപ്പൊ ആക്ച്വലി നമ്മൾ ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൗഡേഴ്സും പിന്നെ നമ്മൾ ഒരു ബീസ് വാക്സും കമ്പൈൻ ചെയ്ത് ക്രീമൊക്കെ ആക്കി എടുക്കാറുണ്ട്. സോ അതൊക്കെ ഇച്ചിരി കൂടെ ഇപ്പൊ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് പോകുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇപ്പം ക്ലബ് ആക്കണ്ട. സോ നമുക്ക് ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം: സോൾഡ്, സെമി സോൾഡ്, ലിക്വിഡ്. കണ്ടോ, ടാബ്ലറ്റ്, ക്യാപ്സൂൾ, പിൽസ്, ലൊസഞ്ചേഴ്സ്, പൗഡേഴ്സ്, ഗ്രാനുവൽ, സപ്പോസിറ്ററി. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടോ, പൗഡേഴ്സ് സോൾഡ് ഫോമിലാണ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പം സെമി സോൾഡ് ആണ് പറഞ്ഞത്. റിയലി സോറി, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ആക്ച്വലി ക്രീംസും ഓയിൽമെന്റും ഒക്കെ പൗഡർ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്നത് കേട്ടോ, അപ്പം അത് കുഴപ്പമില്ല. പിന്നെ ഓയിൽമെന്റ്, ക്രീം, ജെല്ല്, ലിനിമെന്റ് ഒക്കെയാണ് സെമി സോൾഡിന് എക്സാമ്പിൾ. ലിക്വിഡ് ആണെങ്കിൽ സൊല്യൂഷൻ, സിറപ്പ്, MLC, സസ്പെൻഷൻ. ഓക്കെ, സോ രണ്ടോ മൂന്ന് എക്സാമ്പിൾ, അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യം വരണ്ടാവില്ല. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വന്ന ഓരോ ഡോസേജ് ഫോം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. സോൾഡ് ഡോസേജ് ഫോം ഓട്ടോമാറ്റിക്കലി സോൾഡ് തന്നെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഡോസേജ് ഫോമാണ് സോൾഡ് ഡോസേജ് ഫോം, ബിക്കോസ് ഇറ്റ് ഹാവ് ദാറ്റ് മച്ച് ഓഫ് സിഗ്നിഫിക്കന്റ് വാല്യൂ ഇൻ ദ കൊമേഴ്സ്, ബിക്കോസ് എവറി വൺ യൂസ് ടു ടേക്ക് ദാറ്റ്. കാരണം ടാബ്ലറ്റും ക്യാപ്സൂൾസും ഗ്രാനുവൽസും സാഷയും പൗഡേഴ്സും ച്യൂവബിളും ഡ്രൈ പൗഡർ ഇൻഹേലേഴ്സും ഒക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോ ദേ ഡോണ്ട് റിക്വയർഡ് എനി ട്രെയിൻഡ് പേഴ്സൺ, ദേ ഡോണ്ട് നീഡ് ടു ഗെറ്റ് ഹോസ്പിറ്റലൈസ്, ദേ ഡോണ്ട് നീഡ് ടു ഗെറ്റ് എ ട്രെയിനിങ് ഓൺ ദാറ്റ്, ബിക്കോസ് എവറി വൺ ക്യാൻ ടേക്ക് ദാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും പൗഡർ എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിലും ടാബ്ലറ്റ് എടുക്കാം, ആരുടെ ആവശ്യമില്ല, ആരുടെ ഔദാര്യം വേണ്ട അല്ലെ. പൗഡർ ഇൻഹേൽസ് ഉണ്ട്. സോ ദേ ആർ യൂണിറ്റ് ഡോസേജ് 1 or more medicament along with excipient like binder, glide and sweetener agent. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് എന്താണ്, പൗഡർ ഇൻഹേലേഴ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു API അല്ലെ, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ എക്സിപ്പിയൻസ് ഉണ്ടായിരിക്കും. ഇത് പുട്ടിന്റെ ഗോതമ്പ്. ഓക്കെ, ഇതിങ്ങനെയാണെന്ന് തോന്നുന്നു. ഗോതമ്പ്, ഇതാണോ ഗോതമ്പ്? എനിക്കറിയില്ല, ഇതാണെന്ന് തോന്നുന്നു, ഗോതമ്പ്. പിന്നെ എക്സിപ്പിയൻസ് ആണെങ്കിൽ എന്താണ്, തേങ്ങ, പിന്നെ ഉപ്പ്, പിന്നെന്താണ്, ഇങ്ങനെയല്ലേ, വെള്ളം. ആക്ച്വലി ഞാൻ വെള്ളം പഠിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു, വെള്ളം. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നില്ല കേട്ടോ, വെള്ളം പഠിച്ചേ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉപ്പ്, തേങ്ങ, വെള്ളം, ഓക്കെ, വാട്ടെവർ. അപ്പം ഇപ്പൊ മനസ്സിലായില്ലേ, ഇപ്പൊ APNസിൽ ഗോതമ്പാണ്, എക്സിപ്പിയൻസ് ബാക്കിയുള്ള സംഭവങ്ങളാണ്. അപ്പം സ്വീറ്റ്നർ, മധുരം കൂട്ടുക, ഗ്ലൈഡൻസ്, ബൈൻഡേഴ്സ്. ഗ്ലൈഡന്റ്, ബൈൻഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ പുട്ട് കുഴക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വെള്ളം വേണം. അപ്പൊ അതേപോലെ തന്നെ ഈ ആക്ച്വലി ഈ ഗുളിക എന്ന് പറഞ്ഞാൽ ആദ്യം പൊടിയായിട്ടുണ്ടാവുക. ഈ പൊടീനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നല്ല പരുവാക്കി നമ്മളതിനെ പഞ്ച് ചെയ്താൽ നമ്മൾ ഗുളികളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ആണ് കേട്ടോ. ഇനി കോമൺ സോൾഡ് പ്രിപ്പറേഷൻ: ഗ്രാനുവൽസ്, ട്യൂബൽ ടാബ്ലറ്റ്, ക്യാപ്സൂൾ, പില്ല്, ലൊസഞ്ചേഴ്സ്, ഡെന്റൽ കോൺസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, വലിയ സംഭവമായിരുന്നല്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാബ്ലറ്റ്സ്. എന്താണ് ടാബ്ലറ്റ്സ് എന്ന്? ടാബ്ലറ്റ്സ് എന്താണ് മക്കളെ? ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടാബ്ലറ്റ് എന്താ, റൗണ്ടിലുണ്ട്, കോണിലുണ്ട്, കുഞ്ഞു ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഭയങ്കര നല്ല സംഭവമാണ്. ടാബ്ലറ്റിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇവിടെ നിങ്ങൾ പറഞ്ഞു, ഇവിടെ ഒന്നും പഠിപ്പിക്കില്ല. ടാബ്ലറ്റിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ട്രെയിനിങ്ങോ കാര്യങ്ങളോ വേണ്ട, ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസി ടു യൂസ് ആണ്, എക്കണോമിക് ആണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ പെയിൻ ഒന്നുമില്ല. കാര്യം എന്താണ്, നമ്മളിപ്പം ഇഞ്ചക്ഷൻസ് ഒക്കെ ആണെങ്കിൽ പെയിൻ ഒക്കെ ഉണ്ടാവും, കുത്തുന്ന വേദന അതൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് പെയിൻ ഒന്നുമില്ല, ഈസിലി എന്ത് ചെയ്യാൻ പറ്റും,
വിഴുങ്ങാനായിട്ട് പറ്റും, ഈസിലി സ്വാലോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല കൊച്ചു പിള്ളേരൊക്കെ പറ്റിക്കാൻ പറ്റുന്ന കാണാൻ ഭംഗിയാണ്. ചില ഗുളിയെ കണ്ടിട്ടുണ്ടാവില്ല, ഈ ഐബ് പ്രൂഫിന്റെ ഗുളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മറ്റേ ഇതുപോലെ കുഞ്ഞു മറ്റേ എന്തായിരുന്നു പേര്, നമ്മുടെ ഈ ജേംസ് മുട്ടായില്ല അതുപോലെയൊക്കെയുള്ള ഗുളികകളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സൂക്ഷിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ലോങ്ങർ ഷെൽഫ് ലൈഫ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, അത്ര ഹെവി വെയിറ്റ് ഒന്നുമല്ല. പക്ഷെ ഇതിന് ഡീമെറിറ്റ് ഉണ്ട്. ഡീമെറിറ്റ് എന്താ? ബോധം കെട്ട് കിടക്കുന്ന ഒരാളുടെ വായിൽ തിരിക്കി വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പിന്നെ അത് മാത്രമല്ല ഈ ഹൈഗ്രോസ്കോപ്പിക്ക് അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക്ക് ഇപ്പൊ എക്സാമ്പിൾ ചില ഗുളികളൊന്നും നമുക്ക് പെട്ടെന്ന് തുറന്നു വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഒന്നെങ്കിൽ ചിലപ്പോൾ എയർ കാരണമോ അല്ലെങ്കിൽ വെള്ളം കാരണമോ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ചില ഡ്രഗ്സുകൾ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നുള്ളതാണ്. പിന്നെ പ്രായമായ ആൾക്കാർ, കൊച്ചു കുട്ടികളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ജെറിയാട്രിക്കും പീഡിയാട്രിക്കും കുട്ടികൾക്ക് നമുക്ക് ടാബ്ലറ്റ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ പൊടിയാണ് നമ്മൾ മിക്കവാറും വെള്ളത്തിൽ ഒക്കെ നമ്മൾ കൊടുക്കുക. പിന്നെ ചില സമയത്ത് ഓക്സിജനുമായിട്ട് സെൻസിറ്റിവിറ്റി കാണിക്കാറുണ്ട്. ഓക്സിജൻ സെൻസിറ്റിവിറ്റി എയറുമായിട്ട് വരുമ്പം, പിന്നെ അതേപോലെ ഹൈഗ്രോസ്കോപ്പിക്ക് വെള്ളമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ഗുളികകൾ നമ്മൾ പുറത്ത് കോട്ടിങ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ കോട്ടിങ് കൊടുക്കുന്നതിന് ഇച്ചിരി കോസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ടാബ്ലറ്റ് എന്താണ്? സോൾഡ് യൂൺ ഡോസേജ് ഫോം ആണ്. സോ ആക്ച്വലി എന്താണ്, ബൈ കംപ്രസിങ് ഓർ മോൾഡിങ് യൂസിങ് സ്യൂട്ടബിൾ എക്സിമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അതിന് പൊടി ഉണ്ടാക്കും, എന്നിട്ട് നമ്മളതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? നമ്മളതിനെ മോൾഡിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ അതിനെ ഗുളിയാക്കി എടുക്കുന്നത്. അപ്പൊ സ്റ്റേബിൾ ആണ്. പിന്നെ ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോ ബയോളജിക്കൽ സ്റ്റേബിൾ. ആക്ച്വലി നിങ്ങളൊരു ഗുളിക എടുത്ത് പുറത്ത് വെച്ച് നോക്കിയേ, ചീത്തയാവില്ല. എത്ര വർഷം വേണമെങ്കിൽ ഗുളി അങ്ങനെ ഇരിക്കും. കാര്യം മൈക്രോബിൽ കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. ഒരു സോൾ ഡോസേജ് ഫോം ആണ്. എക്കണോമിക്കലാണ്, ഈസി അഡ്മിനിസ്ട്രേഷൻ, കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ എയർ, മോയ്സ്ചർ, ലൈറ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ലോങ് ഷെൽഫ് ലൈഫ്, ലോങ് മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. കാരണം ഗുളി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു നല്ലൊരു മെഷീൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ ഒരു 10-200 ഗുളിക അല്ലെങ്കിൽ 10-200 ടാബ്ലറ്റ് വരെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ ഭയങ്കര പോസിബിൾ ആണെന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? അമോർഫസ് ഓർ ലോ ഡെൻസിറ്റി ഡ്രഗ്സിനെ ഒന്നും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചില മരുന്നുകൾ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല, നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് വെള്ളമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതൊന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ എയറുമായിട്ടുള്ളത് നമുക്ക് പറ്റുണ്ടാവില്ല. പിന്നെ പുവർലി സോലബിൾ അല്ലെങ്കിൽ സ്ലോലി ഡിസോൾവിങ് ഡ്രഗ്സ് ഒന്നും ഭയങ്കര ചാലഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ്. കോട്ടിങ് ഭയങ്കര കോസ്റ്റ് ആണ്. എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ കോട്ടിങ് ആട്ടോ. ഈ കുഞ്ഞു മോളിക്യൂൾസ് ഒക്കെ നമ്മൾ കോട്ട് ചെയ്യും, അതിനാണ് പരിപാടി പറയുന്നത്. ഇതൊക്കെ ഭയങ്കര ഹയർ സംഭവമാണ്. ആക്ച്വലി ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തരാമായിരുന്നു, പക്ഷെ ഇത് പഠിച്ചോ, നമുക്കിത് ഉപയോഗം വരും. ബയോ അവൈലബിലിറ്റി പ്രോബ്ലം ഇൻ സം ഡ്രഗ്. എന്താണ് ബയോ അവൈലബിലിറ്റി? ഓക്കെ, എന്താണ് ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞുതരാം. സോ ആക്ച്വലി ദ എമൗണ്ട് ഓഫ് ഡ്രഗ് പ്രസന്റ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോടാ? ഒന്നും കൂടെ പറയാം. എമൗണ്ട് ഓഫ് ഡ്രഗ് പ്രസന്റ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്താ മനസ്സിലായത്? ഇപ്പൊ എക്സാമ്പിൾ, ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലഡിലേക്ക് എത്ര മരുന്ന് എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മരുന്ന് എത്തി എന്നുള്ളതിനാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഗുളിക വിഴുങ്ങി, ഗുളിക വൈകിട്ട് ചെന്ന ബ്ലഡിൽ എത്ര എത്തി, ഇതിനെയാണ് നമ്മൾ പറയാം ബയോ അവൈലബിലിറ്റി. അപ്പം എല്ലാ ഡ്രഗും ഒരേ ബയോ അവൈലബിലിറ്റി കാണിക്കണം നിർബന്ധമില്ല. അപ്പൊ ഇഞ്ചക്ഷൻ അങ്ങനെയല്ല. ഇഞ്ചക്ഷൻ എപ്പോഴും 100% ബയോ അവൈലബിലിറ്റി തരും. എന്നാൽ ഗുളികയാണെങ്കിലോ അങ്ങനെയല്ല. അപ്പൊ കൊച്ചുകുട്ടികളിലും അൺകോൺഷ്യസ് പേഷ്യൻസിലും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര പാടാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂടാ, എളുപ്പമാണ്, ഒന്നുമില്ല, അധികം ഒന്നും പറയാനൊന്നുമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്യാപ്സ്യൂൾസ് ആണ്. എന്താണ്? ക്യാപ്സ്യൂൾസ് ആണ്. സോ ക്യാപ്സ്യൂൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരു ഷെല്ലിനകത്ത് നമ്മൾ മരുന്നിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഷെല്ലിനകത്ത് കുറച്ച് മരുന്ന് പൗഡറൊക്കെ ഉണ്ടായിരിക്കും. സോ ഇത് നമുക്ക് എന്തിനാണ് നമ്മൾ ക്യാപ്സ്യൂൾസ് ഉപയോഗിക്കുന്നത്? നമുക്ക് ടാബ്ലറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ടാബ്ലറ്റ് കൊടുത്താൽ പോലും, ടാബ്ലറ്റ് കോട്ട് ചെയ്താൽ പോലും വിചാരിക്കും. അങ്ങനെയല്ല, ചില മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റുണ്ടാവില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില ഡ്രഗുകൾ നമുക്ക് ഇൻഡസ്ട്രൈനിൽ കൊണ്ടുപോവേണ്ടി വരും. കാര്യം നമ്മൾ ഇൻഡസ്ട്രൈനിൽ ബേസിക് മീഡിയം ആണ്. നമ്മുടെ വയറ്റിനകത്ത് അസിഡിക് ആണെങ്കിൽ ഇൻഡസ്ട്രൈനകത്ത് ബേസിക് മീഡിയം ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചിലപ്പോൾ മരുന്ന് എത്തിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് അങ്ങനെ ഉപകാരം ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ക്യാപ്സൂൾസിൽ ടാബ്ലറ്റിന്റെ തന്നെ അഡ്വാൻറ്റേജ് എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനിയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ക്യാപ്സൂൾസ് പറയാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇത്ര നമ്മൾ ജാലി അടിച്ചിരുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ക്യാപ്സൂൾസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഹാർഡ് ജെലാറ്റിൻ. എന്താണ്?
ഹാർഡ് ജെലാറ്റിൻ. ഇതിനൊരു കാര്യം മനസ്സിലായ നമ്മൾ ക്യാപ്സൂൾ ജെലാറ്റിൻ കൊണ്ടുണ്ടാക്കുന്ന കേട്ടോ. പിന്നെ ഉള്ളത് സോഫ്റ്റ് ജെലാറ്റിൻ. പിള്ളേരെ വെള്ളം കുടിച്ചോണേ. ഇനി ഓക്കെ, ഹാർഡ് ജെലാറ്റിൻ മെയ്ഡ് ഓഫ് 2 റിജിഡ് പീസ് ഷെൽ. അതായത് മേലെ ഒരു അപ്പർ ഷെൽ ഉണ്ടായിരിക്കും, താഴെ ഒരു ഷെൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് മരുന്ന് നമ്മൾ വെക്കും. ഇതാണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഇതിനകത്ത് നമ്മൾ പൗഡർ വെക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് സ്റ്റൊമക്ക് വയറ്റിനകത്ത് നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇത് നമ്മൾ ആക്ച്വലി നമ്മളെ വയറ്റിൽ നമ്മൾ പൊട്ടു കിട്ടോ, പൊട്ടിയിട്ട് മരുന്നൊക്കെ റിലീസ് ആകുന്ന പരിപാടിയാണ്. ആൻഡ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആണെങ്കിൽ ഒരു സിംഗിൾ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ മീൻഗുളി കഴിക്കും കേട്ടോ. ഞാൻ എല്ലാ ദിവസം ഓരോ മീൻഗുളി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ മീൻഗുളിയെ കഴിക്കും. അപ്പോൾ അത് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആണ്. ആക്ച്വലി ഒരൊറ്റ ഷെല്ലിനകത്ത് അത് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര രസമൊക്കെയാണ്. ഞങ്ങളുടെ സാറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ശരത് ചന്ദ്ര സാറുണ്ട്. പുള്ളിക്കാരൻ പരിയാരം മെഡിക്കൽ കോളേജിലെ സാറാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്മളെ ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്യും. അത് നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് പുള്ളിക്കാരെ ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. നമ്മളിങ്ങനെ കേട്ടിരിക്കും. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്യും. നമ്മുടെ ക്ലാസ് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആണ്. ബിക്കോസ് പുള്ളിക്കാരൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് വീഡിയോസിലൂടെ പഠിപ്പിക്കും. വീഡിയോസൊക്കെ നമ്മളെ ടെംപ്ലേറ്റിൽ ഉണ്ടായിരിക്കും പുള്ളിക്കാരൻ്റെ ഇതിൽ. പിന്നെ പുള്ളിക്കാരൻ ഷെയർ ചെയ്യും. പുള്ളിക്കാരൻ മാക്സിമം ടെക്നോളജി ഡ്രിവൺ ക്ലാസ്സസ് ആണ്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ എപ്പോഴും ഞങ്ങളോട് പറയും, നിങ്ങൾ കാര്യം എന്താ പറയുക, പുള്ളിക്കാരൻ സ്റ്റോറി കഥ പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പുള്ളിക്കാരൻ ക്ലാസ് ഇംഗ്ലീഷിൽ എടുക്കുകയുള്ളൂ. നല്ല യൂസ് ചെയ്യില്ലെന്നല്ല, ഇംഗ്ലീഷിൽ എടുക്കുക. ആൻഡ് വി വിൽ ബി ലൈക്ക് ഓ മൈ ഗോഡ്, നമ്മുടെ ഇങ്ങനെ ഇമാജിനേഷനിൽ വരും. ഹി വിൽ ബി സീയിങ് ലൈക്ക് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ പഠിപ്പിച്ച ക്ലാസ് അടിപൊളിയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹി സെഡ് എന്താണ്, രണ്ടിങ്ങനെ സൈഡ് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നു ആൻഡ് ദ എയർ വിൽ ബി ഗെറ്റിംഗ് ഇൻസൈഡ് ആൻഡ് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുള്ളി മോൾഡഡ്. ആ ഒരു നമ്മളെങ്ങനെ എന്താ പറയുക, എക്സാജറേറ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ അത് ഭയങ്കര അടിപൊളിയാണ് പുള്ളിക്കാരൻ്റെ. സോ അവരുടെ സാറിൻ്റെ ക്ലാസ് കിട്ടിയ ആൾക്കാർ ഒബ്വിയസ്ലി യു വിൽ ബി ലക്കി കേട്ടോ. പിന്നെ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾസ്. പിന്നെ നമുക്ക് ഈ ഓയിൽസ്, ലിക്വിഡ്സ് ഒക്കെ ഇല്ലേ, ലിക്വിഡുകൾ, ഇപ്പം ഓയിലും ലിക്വിഡ് ഫോർമുലേഷൻസും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ കൂടുതലും സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ഉപയോഗിക്കാം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് മിക്കവാറും ചോദ്യം ഉണ്ടാവും, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഓയിലും ലിക്വിഡ്സും ക്യാരി ഓൺ ചെയ്യാനാണ്. അഡ്വാൻറ്റേജ് എന്താണ്, പെട്ടെന്ന് ഫാസ്റ്റർ വൺസെറ്റ് ഓഫ് ആക്ഷൻ കിട്ടും. പിന്നെ അബ്സോർപ്ഷൻ പെട്ടെന്ന് കിട്ടും. പിന്നെ നമുക്ക് വിഴുങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. സോ ഇത്രയേ ഉള്ളൂ. ക്യാപ്സൂൾ സോൾട്ട് ഡോസേജ് ഫോം ആണ്. ഡ്രഗ് സബ്സ്റ്റൻസ് ആർ എൻക്ലോസ്ഡ് ഇൻ ഷെൽ ഓർ കണ്ടെയ്ൻമെന്റ് ഓഫ് ജെലാറ്റിൻ ആണ് ഞാൻ പറഞ്ഞ കാര്യം. ഡ്രഗ് കനോട്ട് ബി കോമ്പാക്റ്റഡ് ഇൻ ടു ടാബ്ലറ്റ്. ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാപ്സൂൾ ആക്കി കൊണ്ടുവന്നത്. ഇതൊക്കെ അടപ്പുണ്ട് ക്യാപ്സൂൾസ് കണ്ടോ. ഇതൊക്കെ ഇതാണ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ. ഈ സാധനം ദാ ഇവിടെ കിടപ്പുണ്ട്. ഇത് സോഫ്റ്റ് ആണ് കണ്ടോ. ഇതൊക്കെ സോഫ്റ്റ് ആണ്. ഇത് കണ്ടില്ല, ഇത് നമ്മുടെ മറ്റേ ജേംസ് മുട്ടായില്ലേ, പിക്കിലി പിങ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഈ BP കൊടുക്കുന്ന മരുന്ന് പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ BP കൊടുക്കുന്ന മരുന്ന് പോലെ ഉണ്ട്. മരുന്നുകളെ ഷേപ്പ് സൈസ് അറിയില്ല. ആക്ച്വലി ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മരുന്നുകളുടെ ഷേപ്പും സൈസും ഒന്നും എനിക്ക് അറിയില്ല. ആക്ച്വലി എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെടാണ്ടെടുത്തൊരു കോഴ്സാണ് ഫാർമസി. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈവൻ DPharm മുമ്പും എനിക്കിഷ്ടമല്ല. പിന്നെ എൻട്രൻസ് എഴുതി BPharm റാങ്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കയറി. അപ്പം അങ്ങനെയൊക്കെ ആരൊക്കെയോ ഡ്രിവൺ ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വന്നതാണ്. അവസാനം ഐ എൻഡ് വിത്ത് സൈക്കോളജി. അപ്പം എല്ലാം കൂടെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കുറേയൊക്കെ ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് ഫാർമസിയിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടില്ല. ഞാൻ കോവിഡ് ബ്രിഗേഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിമാനത്തോടെ പറയുന്നു. അന്ന് ആക്ച്വലി ഇതല്ല, ഞങ്ങൾക്ക് അന്ന് TB പേഷ്യൻറ്റും കൗൺസിലിങ്ങും ഒക്കെ ഇറ്റ്സ് എൻ്റെ ഡിഫറെൻറ്റ് തിങ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫാർമസിയിൽ ഇരുന്ന് വർക്ക് ചെയ്യാനും അധികം മരുന്നുകളെ പറ്റി അറിയാൻ ഉള്ള വഴി എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ടൈപ്പ് ഓഫ് ക്യാപ്സൂൾ, ഹാർഡ് ജെലാറ്റിൻ, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ. അത് വായിച്ചാൽ മതി കേട്ടോ. നല്ല സംഭവം ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചേ. ഞാൻ അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. ടാബ്ലറ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം, ക്യാപ്സ്യൂളും അതുപോലെ ഒന്ന് ഓടിച്ച് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറ വായിച്ചാൽ മതിയായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കുടിക്കാം, നിങ്ങളും വെള്ളം കുടിക്കും.
സോ എല്ലാവരും വായിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇറ്റ്സ് സോ ഈസി ഉള്ള സംഭവമാണ്, വലിയ സംഭവമൊന്നുമല്ല. എല്ലാവരും വെള്ളം കുടിക്കുക, മഴയാണ്, അതുകൊണ്ട് വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കരുത്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ വന്ന പൗഡർ. ഇപ്പൊ നമ്മൾ മൊത്തം പറഞ്ഞ സോൾട്ട് ഡോസേജ് ഫോം ആട്ടോ പറയുന്നത്. സോ പൗഡർ എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോംലി അല്ലെങ്കിൽ ഫൈൻലി ഡിവൈഡ് ഡ്രഗ്സ് ആണ്. യൂണിഫോംലി എല്ലാ ഭാഗവും നമുക്ക് പൗഡർ നോക്കുവാണെങ്കിൽ കാണാനായിട്ട് പറ്റും അല്ലെ. സോ നമ്മൾ പൗഡർ എന്തിനാ ഉപയോഗിക്കാം? നമുക്കൊന്നെങ്കിൽ ഇന്റേണലി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി എടുക്കാം, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ യൂസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ പൗഡറിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്റേണലി കൊടുക്കാം അല്ലെ. സോ ഇന്റേണൽ യൂസ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് പൗഡേഴ്സ് ഉള്ളത്. ഇന്റേണൽ യൂസ് ആണെങ്കിൽ ഡിവൈഡഡ് പൗഡേഴ്സ്. ഇവിടെ ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഡിവൈഡ് സൈൻ ഇട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഡിവൈഡ് ഇട്ട് വെക്കരുത് കേട്ടോ. ഡിവൈഡ് പൗഡേഴ്സ്. പിന്നുള്ളത് സിമ്പിൾ ഉണ്ട്, സിമ്പിൾ പൗഡേഴ്സ് ആൻഡ് എന്താണ്, കോമ്പൗണ്ട് പൗഡർ. സിമ്പിൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമ്പൗണ്ട് ഉണ്ടായിരിക്കും, കോമ്പൗണ്ട് പൗഡേഴ്സ്. പിന്നുള്ളത് ബൾക്ക് പൗഡേഴ്സ്. എന്താണ് ബൾക്ക് പൗഡേഴ്സ്? എളുപ്പമാടാ. ഡിവൈഡ് പൗഡർ വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ കമ്പൈൻ ചെയ്യുവാണ് ചെയ്യുക. സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, ബൾക്ക് ഉണ്ട്. ബൾക്ക് എന്താണ്, വലിയ ഫോമിൽ കിട്ടും, നമ്മൾ കുറച്ച് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുക. എക്സ്റ്റേണൽ യൂസിനാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഡസ്റ്റിംഗ് പൗഡർ. എന്താണ്? ഡസ്റ്റിംഗ് പൗഡർ ഉണ്ടായിരിക്കും, പിന്നെ ഡൗച്ചസ് ഉണ്ടായിരിക്കും, ഡെന്റൽ പൗഡർ ഉണ്ടായിരിക്കും, ആൻഡ് ഇൻസഫലേഷൻസ് ഉണ്ടായിരിക്കും, ഇൻസഫലേഷൻ ആൻഡ് സ്നഫ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് പൗഡേഴ്സിന് എക്സാമ്പിൾ. ഒരു കാര്യം ചെയ്യും, 1, 2, 3 എക്സാമ്പിൾ പഠിച്ചു വെക്കാം കേട്ടോ. 3 എക്സാമ്പിൾസ് ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ യൂസിൽ പിന്നെയും കുഴപ്പമില്ല, ഏതെങ്കിലുമൊക്കെ 3-4 പഠിച്ചതിലൊക്കെ മാർക്ക് കിട്ടും. ഇത് പഠിക്കാതെ ഇരിക്കരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റേണൽ ഫുൾ പഠിക്കാം. സോ പൗഡേഴ്സിന്റെ യൂസ് എന്താണ്? ഒബ്വിയസ്ലി നമുക്കറിയാം, നമുക്ക് ഭയങ്കര വേഴ്സറ്റൈൽ ക്യാരക്ടർ ഉള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഡോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പൊ ക്യാപ്സൂളും ടാബ്ലറ്റും വെച്ചാൽ നമുക്ക് ക്യാപ്സൂൾ ആണെങ്കിൽ നമുക്ക് ഒടിക്കാൻ പറ്റില്ല, ടാബ്ലറ്റ് ആണെങ്കിൽ നമുക്ക് ഒടിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഡോസ് കറക്റ്റ് കിട്ടുമോ നമുക്കറിയില്ല. പിന്നെ പാർട്ടിക്കിൾസ് എല്ലാം ഈക്വൽ ഉണ്ടായിരിക്കും, ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഡിസഡ്വാൻറ്റേജിന്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ടു പ്രിപ്പയർ. നമുക്ക് ഈ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ കലക്കണമെങ്കിൽ വെള്ളത്തിൽ കലക്കി പൗഡർ എടുത്ത് ഇളക്കി കുഴച്ച് മറിച്ച് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഡ്രഗ് പെട്ടെന്ന് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ചിലപ്പം ചീത്തയായി പോകാറുണ്ട്. പിന്നെ ഡെലിക്വസന്റ് ആവും, കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് പൗഡറിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ പൗഡേഴ്സ് എന്താണ്? പൗഡർ ആർ മിക്സ്ചേഴ്സ് ഓഫ് ഫൈൻലി ഡിവൈഡ് ഡ്രഗ്സ് ഓർ കെമിക്കൽ ഇൻ എ ഡ്രൈ ഫോം. സോ ഇന്ത്യൻ ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസ്. ഈ എക്സ്റ്റേണൽ എന്ന ടോപ്പിക് യൂസ് ദേഹത്ത് പൊട്ടനാണ്, മറ്റേ 5 എന്നെ കണ്ണെഴുതി ആ പരിപാടി. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇന്റേണൽ യൂസിൽ ഡിവൈഡ് പൗഡർ, സിമ്പിൾ പൗഡർ, പൗഡർ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ. സോ എന്താ പൗഡർ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ വെള്ളത്തിൽ കലക്കാറില്ല, ചില കൊച്ചു കുട്ടികളുടെയൊക്കെ മരുന്നുകൾ പൊടിയായിട്ട് വരും. ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ കലക്കിയാണ് അവർ കഴിക്കേണ്ടാവുക. ബൾക്ക് പൗഡേഴ്സ്, ഓറൽ, ആന്റാസിഡ്, ഇൻജെക്ടബിൾ, എഫോസെന്റ്. എക്സ്റ്റേണൽ യൂസ് ഉണ്ട്, ഡസ്റ്റിംഗ് പൗഡർ, ഡൗച്ചസ്, ഡെന്റൽ പൗഡർ, ഇൻസലഫേസ്, സ്റ്റഫുകൾ. ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ വായിച്ചോളാം, അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. വെറുതെ ടൈം ഞാൻ കളയുന്നില്ല കേട്ടോ. കാര്യം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പഠിച്ച് പോകാൻ പറ്റുന്ന സംഭവങ്ങളാണ്, അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെമി സോൾട്ട് ഡോസേജ് ഫോം ആണ്. എന്താണ് സെമി സോൾട്ട്? അപ്പൊ സോൾട്ട് ഡോസേജ് ഫോം കഴിഞ്ഞു. സോൾട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ടാബ്ലറ്റ് പഠിച്ചു, ക്യാപ്സൂൾസ് പഠിച്ചു, പൗഡേഴ്സ് പഠിച്ചു. ടാബ്ലറ്റ് നമുക്കൊന്നും പഠിക്കാനില്ല. ക്യാപ്സൂൾ ആണെങ്കിൽ ഹാർഡ് ജെലാറ്റിൻ, സോഫ്റ്റ് ജെലാറ്റിൻ. പൗഡേഴ്സ് ആണെങ്കിൽ എന്തുണ്ട്? ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ ആണെങ്കിലോ സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട് അല്ലെ. ഇന്റേണൽ സിമ്പിൾ, കോമ്പൗണ്ട്. പിന്നെ എന്താണ് പഠിച്ചത്? ബൾക്ക് പൗഡേഴ്സ്, പിന്നെ ഡിവൈഡിങ് പൗഡേഴ്സ്, പൗഡേഴ്സ് ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. എക്സ്റ്റേണൽ ആണെങ്കിലോ എന്ത് പഠിച്ചു? ഡൗച്ചസ് പഠിച്ചു, പിന്നെ ഡെന്റൽ പൗഡേഴ്സ് പഠിച്ചു, സ്നഫ്സ് പഠിച്ചു, പിന്നെന്താ പഠിച്ചത് നമ്മള്? പിന്നെന്താ പഠിച്ചത്? ഞാൻ പറഞ്ഞേ സ്നഫ്സ് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? ഇൻസഫ്ലേഷൻ ഞാൻ എഴുതിയോ? ഇൻസഫ്ലേഷൻ പഠിച്ചു ആൻഡ് ഡസ്റ്റിംഗ് പൗഡർ പഠിച്ചു. എളുപ്പമാണ്, ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റമില്ല, നിങ്ങൾക്ക് സംഭവങ്ങൾ കാര്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയുള്ള ഒന്നുമില്ല. ഇനി സെമി സോൾട്ട് ഡോസേജ് ഫോം. സെമി സോൾട്ട് ഡോസേജ് ഫോം ഒബ്വിയസ്ലി ഓയിൽമെന്റ്, ക്രീം, ജെല്ലൊക്കെയാണ് നമ്മൾ ദേഹത്ത് പൊട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സ്കിന്ന്, ഐസ്, നേസൽ, റെക്ടൽ ഓർ വെജനൽ റൂട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങൾ വജൈന, പെനിസ് എന്നൊക്കെ പറയുമ്പം ആക്ച്വലി നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും
ഓക്വേർഡ്നെസ്, ഈ വജൈനയോ അല്ലെങ്കിൽ പെനിസോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ബിക്കോസ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ അത് ഉപയോഗിക്കും. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഹ്യൂമൻ. വി ഷുഡ് അല്ലെങ്കിൽ വി നീഡ് എന്താണ് വജീന ആയാലും അല്ലെങ്കിൽ ഏനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റക്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ പെനിസ് ആയിക്കോട്ടെ ടെസ്റ്റീസ് ആയിക്കോട്ടെ ഓവറീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ടേമുകളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്കത് ഫ്യൂച്ചറിൽ നമുക്ക് ഓഫ്സെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലാതെ കുനിഞ്ഞെന്ന് ചിരിക്കുക, ഇത് കേൾക്കുമ്പോൾ അയ്യോ എന്തോ പ്രശ്നമാണ്, അങ്ങനത്തെ മൈൻഡ് സെറ്റിലൊന്നും പോവരുത്. ആക്ച്വലി അത് മനസ്സിലാക്കുക, അതിങ്ങനെയാണ് സംഭവം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ദേ മേ ബി മെഡിക്കേറ്റഡ് ഓർ നോൺ മെഡിക്കേറ്റഡ്. ഒന്നെങ്കിൽ മെഡിക്കേറ്റഡ് ആകാം, നോൺ മെഡിക്കേറ്റഡ് ആകാം. ഇപ്പൊ സെമി സോൾഡ് പറഞ്ഞു, ക്രീംസ് എന്ന് പറഞ്ഞു. ക്രീംസിൽ തന്നെ എന്തുണ്ട്? നമ്മളെ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്. അതിൽ മരുന്നുണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഓയിൽമെന്റ് ഉണ്ട്. ഇപ്പം ഐ ഓയിൽമെന്റ് അല്ലെങ്കിൽ എന്താണ് ഫേസ് ഓയിൽമെന്റ്, ബാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും എന്തുണ്ടാവണം നിർബന്ധമില്ല, മരുന്നുണ്ടാകണം നിർബന്ധമില്ല. സോ ക്രീംസ് എന്താ നമുക്ക് നോക്കാം. ക്രീംസ് എന്താ? സെമി സോളിഡ് ആയിട്ടുള്ള ഒരു എമൽഷൻ ആണ്. അതിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെഡിക്കമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അത് ഓയിൽ വാട്ടറോ അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ഓയിൽ സിസ്റ്റം ആയിരിക്കും. എന്താണ്? ഒന്നെങ്കിൽ ഓയിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളം ഓയിലിലോ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയല്ല. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. നമുക്ക് മരുന്നൊക്കെ ചേർത്ത് അല്ലെങ്കിൽ മെഡിക്കമെന്റ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. ഓയിൽ വാട്ടർ ആണെങ്കിൽ വാഷബിൾ ആണ്, നോൺ ഗ്രീസി ആണ്. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ഹൈഡ്രോഫിലിക് ഓയിൽമെന്റ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം, ഈ റിക്കോൾസിന്റെ ഒക്കെ മോയ്സ്ചറൈസിങ് ക്രീംസ് ഒക്കെ ഓയിൽ വാട്ടർ ആയിരിക്കും. നമുക്ക് കഴുകി കളയാൻ തൂത്തുകൾ എളുപ്പമാണ്. ഇനി വാട്ടർ ആൻഡ് ഓയിൽ ക്രീം ഗ്രീസി ഇമോലിയന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മുടെ പെട്രോളിയം ജെല്ലി ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വാസലിനില്ലേ, അത് ക്രീം അല്ല, അത് പെട്രോളിയം ജെല്ലിയാണ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് പോകില്ല, കുറച്ച് ഗ്രീസി ആയിരിക്കും, സോപ്പൊക്കെ ഇട്ട് കഴുകേണ്ടി വരും. ബിക്കോസ് കോൾഡ് ക്രീം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ നമുക്ക് കോൾഡ് ക്രീമിന്റെ ആവശ്യം വരുന്നില്ല. അപ്പം അത്രയും ഡ്രൈ സ്കിന്നും ചാപ്ഡ് സ്കിന്നായ ആൾക്കാർ മാത്രമേ ഈ കോൾഡ് ക്രീമൊക്കെ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വാസലിൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. സോ കാറ്റേഴ്സ് സോഫ്റ്റർ ആണ്, നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ക്രീംസ് എപ്പോഴും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കുറെ നേരം നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കിട്ടും. ട്രോപ്പിക്കൽ, റെക്ടൽ, വജനൽ യൂസിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ പേഷ്യൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ക്രീംസ് ആണ് കേട്ടോ. ഇനി ജെൽസ്, ഇവിടെയാണ് നമ്മൾ എന്താണ് ജെല്ല്. ഇപ്പൊ അറിയാം, നോൺ ഗ്രീസി സെമി സോൾഡ് ആയിട്ടുള്ളതാണ് ജെൽസുകൾ നോർമലി വരുന്നുണ്ടാവുക. സോ ജെല്ലി ലൈക്ക് അക്വസ് വെഹിക്കിൾ യൂസ് ജെല്ലിംഗ് ഏജന്റ് ലൈക്ക് കാർബോമർ, സെല്ലോസ് ഡെറിവേറ്റീവ്സ്, നാച്ചുറൽ ഗംസ് ഒക്കെയാണ് എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസുകളാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. ഇനി പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ് ഓഫ് സെമി സോൾഡ് ആണ്. നമുക്ക് സെമി സോൾഡ് വെറുതെ നമുക്ക് ഒരു കവറിലൊന്നും എടുത്ത് വെക്കാനൊന്നും പറ്റുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ മിക്കവാറും പ്ലാസ്റ്റിക് ട്യൂബ്സുകളിൽ, ഇങ്ങനെയുള്ള ഫ്ലോട്ടഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബ്സുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്, കൺവീനിയന്റ് ആണ്, നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ അലുമിനിയം ട്യൂബ്സ് ആർ ഓഫൺ എപ്പോക്സി കോട്ടഡ് ടു പ്രിവെന്റ് റിയാക്ഷൻ. നമ്മൾ എപ്പോഴും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കാം. അലുമിനിയം ട്യൂബ്സ് ആണെങ്കിൽ എപ്പോക്സി കോട്ട് ചെയ്യാറുണ്ട്, റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. പ്ലാസ്റ്റിക് ട്യൂബ്സ് മേഡ് അപ്പ് ഓഫ് HDPE, LDPE, PP ഓർ ലാമിനേറ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് HDPE, എന്താണ് PP എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇലാബറേറ്റ് പഠിക്കാം. പെട്ടെന്ന് ക്വിക്കായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഷോർട്ട് ഫോം പഠിച്ചു വെക്കാതാണ് എളുപ്പം. പിന്നെ ലാമിനേറ്റ്സ് ഓഫേഴ്സ് സ്പീരിയർ മോയ്സ്ചർ, ബാരിയർ ആൻഡ് ഡ്യൂറബിലിറ്റി. സോ ലാമിനേറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടെ നമുക്ക് ഡ്യൂറബിലിറ്റി ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഒപ്താൽമിക് ഓയിൽമെന്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഒപ്താൽമിക് കണ്ണിലിടുന്ന ഓയിൽമെന്റ് ആണ്. ഇപ്പം ഒപ്താൽമിക് ഓയിൽമെന്റ് ഒക്കെ ചെറിയ 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 ട്യൂബ്സിലൊക്കെ വരും. നിങ്ങൾ ഈ കൺകോട്ടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണ് ചുമക്കണ സമയത്ത് കണ്ണിലൊരു ട്യൂബ് പോലത്തെ ഒരു സാധനം പൊട്ടിച്ചിട്ട് ഇങ്ങനെ തേക്കാറുണ്ട്. ഒരു ആന്റിബയോട്ടിക് ആണ് എനിക്ക് തോന്നുന്നു. അത് ഏത് ആന്റിബയോട്ടിക്? ഒരു കുഞ്ഞു ട്യൂബ്, ഇങ്ങനെ ഒരു കുഞ്ഞു ട്യൂബ് ഉണ്ടാവും. അത് ഐ ഓയിൽമെന്റ് ആണ് ആക്ച്വലി. അത് സിംഗിൾ യൂസിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ക്ലോറാംഫെനിക്കോൾ ആണ്, ആന്റിബയോട്ടിക് ആണ്. ക്ലോറാംഫെനിക്കോളിന്റെ ഒരു ആന്റിബയോട്ടിക് നമ്മുടെ കണ്ണിൽ എഴുതാറുണ്ട്. അപ്പം അതൊക്കെ. പിന്നെ വെൽ ക്ലോസ് കണ്ടെയ്നറിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമാണ്. പിന്നെ ലൈറ്റ് റെസിസ്റ്റന്റ്, നമുക്ക് ചില എല്ലാ മരുന്നുകളും, മിക്കവാറും ഒട്ടുമിക്ക മരുന്നുകളും ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ള മരുന്നുകളാണ് കേട്ടോ. അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഇനിയാണ് ലിക്വിഡ് ഡോസേജ് ഫോം, ഫൈനലാണ്. സോ ഓൾഡസ്റ്റ് ഡോസേജ് ഫോം ലിക്വിഡ്, വെള്ളം പോലെ നമുക്ക് പേഷ്യന്റിന് പെട്ടെന്ന് അബ്സോർവ് ആവുന്ന ലിക്വിഡ് ആണ്. നമ്മൾ എപ്പോഴും പറയാന്ന് വെച്ചാൽ സോളിഡ്,
സെമി സോളിഡ് ആൻഡ് ലിക്വിഡ്. അങ്ങനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ വരുന്നത്. അങ്ങനെ ലിക്വിഡ് എപ്പോഴും ഭയങ്കര ഗ്രേറ്റർ അബ്സോർപ്ഷൻ ആണെന്നുള്ളതാണ്. സൊല്യൂഷൻ, സസ്പെൻഷൻ, എമൽഷൻ ഒക്കെയാണ് എക്സാമ്പിൾ. കോമൺ എക്സിപ്പിയൻസ് വെഹിക്കിൾ, സ്റ്റെബിലൈസർ, വിസ്കോസിറ്റി, ബിൽഡർ ഒക്കെയാണ്. ഇതൊന്നും വലിയതായിട്ട് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്കറിയാം ലിക്വിഡ് ഡോസേജ് ഫോം, വെള്ളം പോലിരിക്കും. സിറപ്പ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുക? ഇപ്പോൾ ഒരു സിമ്പിൾ സിറപ്പ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ സിമ്പിൾ സിറപ്പ് ഉണ്ടാക്കുവാണ്. പാരസ്റ്റമോളും ഷുഗർ സൊല്യൂഷനും മതി, സിമ്പിൾ സിറപ്പായി. ഓക്കെ, അപ്പം ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. അപ്പം അതിലൊരു അക്വസോ അല്ലെങ്കിൽ നോൺ അക്വസ് സോൾവെന്റോ ഉണ്ടായിരിക്കും. ഇപ്പൊ ഷുഗർ സിറപ്പ് ഉപയോഗിക്കും. ഷുഗർ സിറപ്പ് എന്താ? ഷുഗർ ഇൻ വാട്ടർ, വെള്ളവും ഷുഗറും ചേർക്കുന്നതാണ് ഷുഗർ വാട്ടർ അല്ലെ. അപ്പം അത് അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ അക്വസ് സൊല്യൂഷൻ ആകാം അല്ലെങ്കിൽ നോൺ അക്വസ് സൊല്യൂഷൻ ആകാം. ഇപ്പൊ ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പൊ ലിക്വിഡ് ഡോസേജ് ഫോം അത്രയേ ഉള്ളൂ, വലിയ സംഭവമുള്ള വരുന്നല്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഓൾഡസ്റ്റ് ഡോസേജ് ഫോം ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പിന്നെ പ്രായമായ ആൾക്കാർക്കും കൊച്ചു കുട്ടികൾക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. വിഴുങ്ങാൻ പറ്റാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ലിക്വിഡ് ഡോസേജ് ഫോം. ഇനി ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് അക്വസിലോ നോൺ അക്വസ് സോൾവെന്റിലോ നമ്മൾ മിക്സ് ചെയ്ത് സസ്പെൻഷൻ ആയിട്ടോ എമൽഷൻ ആയിട്ടോ സൊല്യൂഷൻ ആയിട്ടോ നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, കോമൺ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ടേസ്റ്റ്, പിന്നെ ഹൈഗ്രോസ്കോപ്പിക്, മോർ എഫക്റ്റീവ്, പിന്നെ ചുമയൊക്കെ ഉള്ള ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങളിത് വായിച്ചാൽ മാത്രം മതി, ഇത് വലിയ സംഭവമുള്ളതായിരുന്നില്ല. ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലോ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് കെമിക്കൽ ഡിഗ്രഡേഷൻ. നമ്മൾ ഇപ്പം അങ്ങനെ പുറത്തൊന്നും അങ്ങനെ അധികം നേരം വെക്കാൻ പറ്റില്ല. പിന്നെ ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാകാം. പിന്നെ അധികം നേരം വെക്കാൻ പറ്റില്ല. മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. പ്രിസർവേറ്റീവ്സ് വേണ്ടി വരും. പിന്നെ കൊണ്ടു നടക്കാൻ വലിയ കുപ്പിച്ചില്ലൊന്നും കൂടെ നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ വേണ്ടി ഫ്ലേവറിങ് ഏജന്റോ അല്ലെങ്കിൽ കളറിങ് ഏജന്റ് ഒക്കെ ഉപയോഗിക്കേണ്ടത്, അത് ഭയങ്കര പാടല്ലേ. ഓക്കെ, ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ എടുത്തു ചോദിക്കില്ല. ഇത് നമ്മുടെ ഡോസേജ് ഫോം, എക്സാമ്പിൾ, പ്രൈമർ റൂട്ട്, കീ അഡ്വാൻറ്റേജ്, മേജർ ലിമിറ്റേഷൻ ആണ്. ഇത് പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉപയോഗം എന്നറിയോ? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ആദ്യം വരച്ചിട്ട് നിങ്ങൾക്ക് അപ്പം കിട്ടും മാർക്ക്, 100 കൊണ്ടുപോക്കോ, ഡിസ്റ്റിങ്ഷൻ എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, ഒരു 41 minutes ഉള്ളൊരു ചാപ്റ്ററാണ്. So if you try to learn all the things in a simple stretch, yes, obviously you can acquire all the things. അത്രയേ ഉള്ളൂ, വലിയ സംഭവമായിരുന്നല്ല. മനസ്സിലാക്കി വെക്കുക, നോട്ട് എഴുതി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എനിക്കറിയാം നിങ്ങളുടെ റിക്വയർമെന്റ് ഓരോ സബ്ജക്റ്റ് ഓർത്തിറക്കാണ്. നമുക്കൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ അനുസരിച്ച് മാത്രം നമ്മുടെ ക്ലാസ് ഇടുള്ളൂ. സോ ഇഫ് യു റിക്വയർഡ് എനി ഷോർട്ട് നോട്ട്സ് ഫോർ 99 rupees, പ്ലീസ് ലെറ്റ് മീ നോ. കമന്റ് സെക്ഷനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് us, we will help you on that. നമ്മൾ ഷോർട്ട് നോട്ട് തരും, നിങ്ങൾക്ക് മെന്ററിങ് തരും. കാരണം ഫസ്റ്റ് ഇയേഴ്സ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എല്ലാം നമുക്ക് ഫ്രീ കോസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിപ്പം പല ഓർഗനൈസേഷനിലും പോയി ചോദിക്കുവാണെങ്കിൽ 1000 രൂപ 2000 രൂപയൊക്കെയാണ് എന്തു പറയുക, ഈ കോഴ്സിന് റേറ്റ് പറയാം. നമ്മൾ അത്ര പോലും പറയുന്നില്ല. ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ് തരുവാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല 99 rupeesനാണ് നിങ്ങൾക്ക് ഗൈഡ്, മെറ്റീരിയൽസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ തരണ്ടാവുക. ഫുൾ 1-to-1 മെന്റർഷിപ്പ് തരും. ആപ്പിലൂടെയാണ് തരിക, ഡൗൺലോഡബിൾ അല്ല. ആപ്പിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. മിക്കവാറും 1 മെമ്പർഷിപ്പ് ഒക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് ലെറ്റ്സ് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് യുവർ ബിഗ് ബ്രോ. അപ്പം അനാലിസിസിന്റെ ക്ലാസ്സിൽ നെക്സ്റ്റ് ഉണ്ടാവുക. എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എവിടെ അനാലിസിസ് എന്ന്. അപ്പൊ അതുകൊണ്ട് അനാലിസിസ് കേട്ടോ. സോ നെക്സ്റ്റ് കാണാം. ബൈ.